ഇന്ന് ഞങ്ങളവിടുത്തെ കടയിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചതാണ്. പുതിനയിലയും പിന്നെ മല്ലിയില ഇഷ്ടം പോലെ കിട്ടി. പിന്നെ കറിവേപ്പില വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയാണ് ഞങ്ങളവിടെ വിൽക്കാൻ വയ്ക്കാം. എല്ലാം കൂടിയിട്ട് 10 രൂപയ്ക്ക് ഇഷ്ടം പോലെ ഇലകൾ കിട്ടി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി മഞ്ഞപ്പൊടിയിലും ഉപ്പിലൊക്കെ ഇട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണങ്ങി ഇനി ഇലകളൊക്കെ അടർത്തിയിട്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് നാളിരിക്കും. വേപ്പിലൊക്കെ കുറേ ഒരു മാസം 1.5 മാസമൊക്കെ ഇരിക്കും. മല്ലിയിലും പുതിനയിലും എന്തായാലും 1-2 ആഴ്ചയോളത്തിൽ എന്തായാലും കേടാവാതിരിക്കും. അപ്പം നമുക്കിത് ഇല നുള്ളിയെടുക്കാം. അങ്ങനെ ഞാൻ ഇലകൾ കറിവേപ്പില കണ്ടില്ലേ ഓരോന്നായി അടർത്തി ഇതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെള്ളമൊക്കെ ഉണക്കി ഇതിലാക്കി ഇതേപോലെ അടർത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ മല്ലിയില ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അടർത്തി എടുത്തിട്ട് ഈ ഡപ്പയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടച്ചു വെക്കണം. ഇത് പുതിനയിലയും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി എല്ലാം അടർത്തി എടുത്തിട്ട് ഈ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പ്ലാസ്റ്റിക് ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ഡപ്പയിലാണെങ്കിൽ ഇതിലേറ്റവും കൂടുതൽ ദിവസം ഇരിക്കും കേട്ടോ. കേട് വരാതിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ 10 രൂപയ്ക്ക് കിട്ടിയതാണ് ഇത്ര പെരുത്ത ഇലകൾ. അതുപോലെ നമ്മൾ പച്ചക്കറികളുണ്ടല്ലോ, ക്യാരറ്റ്, ബീട്രൂട്ട്, കായ, പിന്നെ മത്തങ്ങ, മുളങ്ങ, ഏത് പച്ചക്കറി ആയാലും നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഉണക്കിയതിന് ശേഷം സ്റ്റീൽ പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് എത്ര മാസം വേണമെങ്കിലും ഇരിക്കും, കേട് വരേയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഫ്രിഡ്ജിലൊക്കെ ഞാൻ ചോറും പാത്രമുണ്ട്, ഓരോ പാത്രങ്ങളുണ്ട്, അതിലടച്ച് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കും, ഒരു കേടും വരില്ല. അതേപോലെ നമ്മൾ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി നമ്മൾ പുറത്തൊക്കെ കൊള്ളി വെച്ചാലും ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തൊക്കെ കൊള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് തന്നെ ഒരു കളർ മാറ്റം വരും, ഒരു മഞ്ഞ കളർ വരും, ഒരു കറുപ്പ കളർ വരും. അപ്പോൾ നമ്മൾ കൊള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചത് അധികം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കൊള്ളി അന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കൊള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കൊള്ളിക്ക് മീതെ നടുമുറിച്ചിടാം. എന്നിട്ട് കൊള്ളിക്ക് മീതെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം ആ കൊള്ളി അതുപോലെ തന്നെ ഫ്രഷായിട്ടിരിക്കും. ഒരു മഞ്ഞ കളറോ ഒരു കറുപ്പ കളറോ ഒന്നും വരില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും കൊള്ളി. അപ്പോൾ നമുക്ക് കൊള്ളി കേടായി പോവില്ല. കൊള്ളിയൊക്കെ പെട്ടെന്ന് കേടാവുമല്ലോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.